ഏതു യുദ്ധം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്ക കരുതിയത് ഇത് വളരെ വേഗത്തിലൊന്ന് പൊട്ടിച്ചു തീർത്ത് അവസാനിപ്പിച്ച് പോകാമെന്നൊക്കെയാണ്. പക്ഷേ ഒരു കാരണവശാലും ഇറാൻ തലകുനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വെപ്പൺസ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു നമ്മളെപ്പോഴും പറയുന്ന പോലെ വളരെ സെൻസിറ്റീവ് ചെയ്ത് മാത്രമാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കുന്നതനുസരിച്ചിട്ട് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയാണ്: ഇറാൻ ഒരു കാരണവശാലും ഇനി പുറകിലേക്കില്ല എന്നാണ്. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക പറയുന്നതിന് കരയുദ്ധത്തിലേക്കാണ് അമേരിക്ക കടക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7 ലക്ഷത്തോളം വരുന്ന സൈനികർ മാത്രമല്ല, അവരുടെ ജനത എന്ന് പറയുന്നത് പോലും ഇറാൻ്റെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ജനതയാണ്. അവരുടെ ആ ഒരു ആത്മാഭിമാനത്തിന് പോറലേൽക്കാതിരിക്കാൻ അവരെന്തിനും തയ്യാറാണ്. അമേരിക്കയിലെ പോലെ കൂലിപ്പട്ടാളക്കാരല്ല അവിടെയുള്ളത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുന്ന സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വരുന്ന കാര്യങ്ങൾ? ഇറാൻ എങ്ങനെയായിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഇതൊക്കെയാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത്. വിദ്യ, ഇപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങി വെച്ച് ഇതെങ്ങനെ അവസാനിപ്പിക്കണം എന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിലുള്ള വീറും വാശിയും, അല്ലെങ്കിൽ ഇറാനെ ഇപ്പോൾ തന്നെ തീർത്ത് അവിടെ പുതിയൊരു ഭരണകൂടം വരും എന്ന നിലയിലുള്ള പ്രസ്താവനകളൊന്നുമല്ല ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇറാനിലൊരു പുതിയ സർക്കാർ ഉണ്ടാകുമ്പോൾ എനിക്കതിൽ പങ്കാളിത്തം വേണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ അവിടെ സർക്കാർ ഉണ്ടാക്കും, ഞങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ ഭരണമാറ്റം നടക്കും എന്ന രീതിയിൽ നിന്നൊക്കെ ട്രംപ് മാറി അവിടെ ഒരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം വേണമെന്ന അവസ്ഥയിലേക്ക് മയപ്പെട്ടതല്ല, ശരിക്കും പറഞ്ഞാൽ വിചാരിക്കുന്നതൊന്നും നടക്കാത്തത് കൊണ്ടുള്ള യഥാർത്ഥ മാറ്റങ്ങളാണിത്. അതായത് ട്രംപും ഇസ്രായേലും ഒക്കെ, അല്ലെങ്കിൽ നെതന്യാഹുവും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ വെനസ്വേലയിലൊക്കെ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചില രാജ്യങ്ങളിലൊക്കെ അമേരിക്ക പണ്ട് നടത്തിയതുപോലെയുള്ള ഒരു വലിയ അറ്റാക്ക്, ഒരു മാസീവായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തുക, ആ അറ്റാക്കിന് ശേഷം വിലപേശൽ നടത്തുക, ആ വിലപേശൽ നടത്തി ആ ഭരണകൂടത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ അവിടുത്തെ ജനത തങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അമേരിക്കയുടെ 2 പദ്ധതികളും പൊളിഞ്ഞു. ഒന്ന്, അവിടുത്തെ ഭരണകൂടത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവുമില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കി. അതായത് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണ്ട് 40ഓളം വരുന്ന ഉന്നതരെ വധിച്ചു, ഉപദേശകനും പ്രതിരോധ മന്ത്രിയും ഒക്കെ അടങ്ങുന്ന IRGCയുടെ തലവന്മാരടക്കമുള്ളവരെയൊക്കെ വധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഒരു പുതിയ തലമുറ വരാൻ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യാനായിട്ട് കുറച്ച് സാവകാശം വേണ്ടിവരും. അപ്പോൾ ആ ഘട്ടത്തിൽ അപ്പോഴുള്ള പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി ഒരു ചർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പോ നടത്തിയ ശേഷം പൊടുന്നനെ അവിടെ ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവന്ന് അത് തങ്ങൾക്ക് അനുകൂലമുള്ള ഒരു കളിപ്പാവയാക്കി മാറ്റാം എന്നതായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ തന്ത്രം. പക്ഷേ അവിടെ ഈ സംസാരിക്കാനുള്ള ഒരു സമയം പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയത്തിനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത വിധത്തിൽ ഇത്രയും മരണങ്ങൾ ഒന്നിച്ചുണ്ടായപ്പോഴും പൊടുന്നനെ അവിടെ പുതിയ ഭരണകൂടം വന്ന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. അതായത് പ്രതിരോധമായാലും യുദ്ധമായാലും അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളായാലും ഒന്നും ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അവിടെ വലിയ തകർച്ചയുണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായും അല്ലാതെയും ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടൊക്കെ വലിയ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്, മിസൈൽ ലോഞ്ച് പാഡുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 180ഓളം കൊച്ചു പിഞ്ച് പെൺകുട്ടികളെ അവർ കറക്റ്റായിട്ട് അവർ പഠിക്കുന്ന സ്കൂളിലേക്ക് ആക്രമണം നടത്തി കൊന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെയൊന്നും ഒരു മനുഷ്യാവകാശവും മനുഷ്യത്വ പ്രശ്നവും ഒന്നും ഈ അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നില്ല. അവരുടെ പ്രശ്നം ഖാംനെയി ഒരു വലിയ ഭീകരവാദി ായിരുന്നു, ഖാംനെയി മനുഷ്യത്വ വിരുദ്ധനായിരുന്നു, ഖാംനെയി ക്രൂരനായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗസയിൽ 60,000-ഓളം സാധാരണക്കാരെ, അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയ നെതന്യാഹുവിനെതിരെ ഈ മനുഷ്യാവകാശ പ്രശ്നമൊന്നും ഇവരാരും ഉന്നയിക്കുന്നില്ല. അതാണിപ്പോൾ ലോകം കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നതൊക്കെ ശരി, ഇറാൻ നശിച്ചു പോകേണ്ട ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ അവിടെ മരിച്ചു പോയവരൊക്കെ കൊല്ലപ്പെടേണ്ടവരായിരുന്നു. ഇങ്ങനെ ഒരു നെറേറ്റീവാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങളും നമുക്കിടയിൽ ഉള്ള ഈ വർഗീയ ചിന്താഗതിയുള്ളവരുമൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടപ്പാക്കിയ ഈ പദ്ധതിയിൽ അവർക്ക് വലിയ തോതിൽ കൈപൊള്ളിയിട്ടുണ്ട്.
കാരണം ഇറാൻ ഈ വിധത്തിൽ തിരിച്ചടിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിട്ടില്ല. അപ്പോൾ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അവരുടെ തിരിച്ചടികൾക്ക് ഒരു കുറവുമില്ല. ഇസ്രായേലിനുള്ളിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ മാധ്യമം 4 മണിക്കൂർ മുമ്പ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് മാസീവായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. ഇന്നലെ ഇസ്രായേലിൽ നിന്ന് ചില ചിത്രങ്ങൾ പുറത്തു വന്നത് നോക്കുമ്പോൾ ബഹുനില കെട്ടിടങ്ങളൊക്കെ പൂർണ്ണമായും തകരാന്ന് വെച്ചാൽ കത്തി അമർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ, നഗരങ്ങളിൽ പലയിടത്തും വാഹനങ്ങളൊക്കെ പൊട്ടി തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ. അതായത് വലിയൊരു യുദ്ധം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇസ്രായേലിൽ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരിടയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ചില മലയാളികൾ ഡാൻസ് ഒക്കെ കളിച്ച് വലിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പവുമില്ല, ഇറാൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന മട്ടിലൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ അത്തരം വീഡിയോകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് കാര്യമായിട്ട് എന്തൊക്കെയോ ഇസ്രായേൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒന്നും സംഭവിക്കരുത്, ഇസ്രായേലിലെ സാധാരണക്കാരായ മനുഷ്യർ സേഫായിട്ട് ഇരിക്കണമെന്ന് തന്നെയാണ് പ്രത്യാശയും പ്രാർത്ഥനയും. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടാത്തത് ഒരു ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ സെൻസർ ചെയ്തിരിക്കുക, പരിപൂർണമായ സെൻസർഷിപ്പാണ്. അവിടെ വീഡിയോകളോ ചിത്രങ്ങളോ തകർച്ചയുടെ പ്രശ്നങ്ങളോ അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒന്നും പുറത്തു വിടരുത് എന്ന് മാധ്യമങ്ങൾക്കും മനുഷ്യർക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ വിവരങ്ങൾ പുറത്തു വരാത്തത്. പിന്നെ അത് മാത്രമല്ല, യുദ്ധമാകുമ്പോൾ എന്തായാലും രണ്ടു കൂട്ടർക്കും വലിയ നാശനഷ്ടം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ അമേരിക്ക എന്ന രാജ്യം സേഫായിട്ടിരിക്കുകയാണ്. അവിടെ ആക്രമണങ്ങളൊന്നും നടത്താൻ പറ്റില്ല ഇറാന്, കാരണം അത്രയും ദൂരെയാണ്. പക്ഷേ അമേരിക്ക സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്രൈനിലേക്ക് സഹായം നൽകി, ആയുധങ്ങൾ നൽകി, പണം നൽകി ആ യുദ്ധത്തെ പരിപോഷിപ്പിച്ചു. അതിന് വലിയൊരു ചെലവ് വന്നു. അതിനുശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ 2 വർഷക്കാലത്തോളം നിരന്തരമായി ആയുധവും പണവും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. അത്തരത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, ജോ ബൈഡൻ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വേണ്ടി ഇവിടുത്തെ ആയുധങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് നമ്മുടെ പ്രതിരോധ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബൈഡനെതിരെ വാദിച്ചയാളാണ് ഡൊണാൾഡ് ട്രംപ്. ഞാൻ അധികാരത്തിലേറിയാൽ ഈ യുദ്ധം മുഴുവൻ അവസാനിപ്പിക്കും, എന്നിട്ട് സമാധാനത്തിന് എന്തോ നോബൽ സമ്മാനമോ മറ്റോ മേടിക്കുമെന്ന മട്ടിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ട്രംപാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ യുദ്ധത്തിൻ്റെ അപ്പോസ്റ്റലിനായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ സകലതും പിഴച്ചതിനെ തുടർന്ന് ട്രംപ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്ന നിലയിലേക്ക്, അതായത് ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന മട്ടിലേക്ക് സ്വയം അവരോധിതനായിട്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഇറാനെ തകർക്കാൻ കഴിയില്ല. ഇനി കരയുദ്ധത്തിലേക്ക് പോകണമെന്ന് പറയുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവസാനമാണെന്ന് കരുതിയാൽ മതി. കാരണം ഇറാനും ആഗ്രഹിക്കുന്നതാണ് ഇവരിതൊക്കെ കഴിഞ്ഞ് കരയുദ്ധത്തിലേക്ക് ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇറാൻ നിൽക്കുന്നത്. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു, ഇറാൻ വ്യാപകമായിട്ട് ആക്രമിച്ചതിലൂടെ അമേരിക്കയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ഡിസ്ട്രോയർ കപ്പലുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന എണ്ണക്കപ്പലുകൾ നിന്ന് കത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഹോർമുസ് കടലെടുക്കെന്ന് പറയുന്ന 33 കിലോമീറ്റർ വീതിയുള്ള ദൂരം ഒരു നല്ലൊരു നീന്തൽക്കാരൻ ഒറ്റ ദിവസം വിചാരിച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ നീന്തിയെടുക്കാവുന്ന ദൂരമുള്ളൂ. പക്ഷേ ഇതിലൂടെയാണ് ഈ പറയുന്ന ഈ എണ്ണ വിപണിയുടെ, അതായത് ഇന്ത്യയുടെ വിപണിയുടെ ഒരു 60%, അതുപോലെ തന്നെ ജപ്പാനിലെ വിപണിയിൽ ജപ്പാൻ എണ്ണ വാങ്ങുന്ന ഒരു 80% ഒക്കെ ഇതിലൂടെയാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ ട്രേഡ് നടന്നാലേ ഈ ഡോളറിൻ്റെ മൂല്യം ഉയർന്നു നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ട്രേഡ് നിലച്ചു, അന്താരാഷ്ട്ര തലത്തിൽ ഓഹരി വിപണി പൂത്തി, അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യം വന്നാൽ ഡോളറിൻ്റെ മൂല്യം നേരെ ഇടിഞ്ഞ് താഴെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ്. അതാണ് ട്രംപ് കാണാൻ പോകുന്ന, അല്ലെങ്കിൽ ട്രംപ് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് അമേരിക്ക ഇറാൻ ആക്രമിക്കില്ല, കാരണം അത്രയും ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് കടന്നു കയറി ആക്രമിക്കുക എന്നുള്ളത് ഇറാൻ്റെ പ്രഖ്യാപിത പദ്ധതിയിൽ പോലുമില്ല. അവർ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വലിയ അപകടം വരാൻ പോകുന്ന അമേരിക്കയ്ക്കാണ്. ഡോളറിൻ്റെ മൂല്യം ഇടിയുകയും ഇന്ധന വിപണി സ്തംഭിക്കുകയും അന്താരാഷ്ട്ര തലത്തിലൊരു ക്ഷാമവും മാന്ദ്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്താൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണവും. അവിടെ മുതലായിരിക്കും ട്രംപിൻ്റെ നാശം. അപ്പോൾ അതുകൊണ്ട് ട്രംപ് അത്തരമൊരു വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി യുദ്ധം എങ്ങനെയെങ്കിലും വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. പക്ഷേ ഇറാൻ ഒന്നിനും അടുക്കുന്നില്ല. ഇറാൻ്റെ പുതിയ ഭരണാധികാരിയല്ല, ആര് ഇറാൻ ഭരിച്ചാലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത് കാല് പിടിക്കുന്ന പ്രശ്നമില്ല. അവരെ തീർക്കാനാണെങ്കിൽ, അതെ, അവരെ സംബന്ധിച്ച് ഒരിക്കലും ഒരു വ്യക്തിയിലല്ല, അവർക്കൊരു പ്രത്യയശാസ്ത്ര അടിസ്ഥാനമായതുകൊണ്ട് തന്നെ അവർക്ക് ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ആര് നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് അജണ്ട കൃത്യമാണല്ലോ.
അവരുടെ അജണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട് ഇറാൻ. അത് അവരെ വെട്ടിമുറിച്ചാലും അത് അവർ നഷ്ടപ്പെടുത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക ഈ ആക്രമണം നടന്നതോടുകൂടി ഇറാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എന്നാണ്. ഇറാനിലെ ജനങ്ങളെ അമേരിക്ക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇറാനിലെ ജനങ്ങൾക്ക് ഖാംനെയിയോട് ഒരുപാട് വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ ഖാംനെയിയുടെ ഭരണത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. ഇറാനിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളൊരു ഭരണാധികാരി ഖാംനെയിയാണെന്നൊക്കെയാണ് അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നൊരു ഇമേജ്. പക്ഷേ ഇറാൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അമേരിക്കയാണ്. ഇറാൻ്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിച്ച് ആ രാജ്യം മുന്നോട്ട് പോകാനായിട്ട് ആണവ പരീക്ഷണം നടത്തുമ്പോഴാണ് അമേരിക്ക ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഇറാൻ്റെ വളർച്ച തടയുക, ഇറാൻ്റെ വലിയ തോതിലുള്ള എണ്ണശേഖരം, ലോകത്ത് ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന എണ്ണശേഖരമുള്ള രാഷ്ട്രമാണ് ഇറാൻ. പക്ഷെ അത് വിറ്റ് കാശാക്കാൻ അവർ അനുവദിക്കാതെ തളർത്തിയിട്ടിരിക്കുന്ന അമേരിക്കയാണെന്ന് ആ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഖാംനെയിയുടെ ഭരണത്തിൽ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ അവിടെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് പ്രതിഷേധമുണ്ടെന്നേ. അത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഇടപെടാൻ ട്രംപ് ആരാണ്? അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും പ്രതിരോധ അവകാശത്തെയും ഒക്കെ തകിടം മറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അടുത്ത ചർച്ച വിയന്നയിൽ നടക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ചതിച്ചു കൊന്നതാണ് ഖാംനെയിയെ. ഒരാക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് 3 ഘട്ട ചർച്ച നടത്തിയിട്ട് അത് കഴിഞ്ഞ് 4ാമത്തെ ചർച്ചയുടെ തീയതിയും സമയവും സ്ഥലവും തീരുമാനിച്ചിട്ട് അതിനിടയിൽ കൂടി കയറി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആക്രമിച്ചു കൊല്ലുക എന്ന് പറയുന്നത് ചതിയാണ്, ഭീരുക്കളുടെ പരിപാടിയാണ്. അതാണ് ഈ അമേരിക്ക കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ ഈ ചെയ്തത് ഇറാനിലെ ജനങ്ങൾ, ഇപ്പോൾ അമേരിക്ക പറഞ്ഞത്, അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇറാനിലെ ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ രാജ്യത്തോട് കൂറുണ്ട്. അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, തങ്ങൾ ഈ രാജ്യക്കാരാണെന്നുള്ള ആ ഒരു അഭിമാനം, അത് പണയം വെച്ചിട്ടൊരു പണിക്ക് അവർ തയ്യാറല്ല. അതുപോലെ തന്നെ ആ ജനങ്ങൾ ആത്മാഭിമാനം പണയം വയ്ക്കില്ല, രാജ്യത്തിൻ്റെ പരമാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഖാംനെയി ഭരണകൂടത്തിന് ശേഷം വേറെ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു പാവ സർക്കാരാണ് വരുന്നതെങ്കിൽ തങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും, 2ാം കിട പൗരന്മാരായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതാണ് ഖാംനെയിയുടെ മരണത്തിന് ശേഷം ആ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ പടുകൂറ്റൻ പ്രകടനങ്ങൾ നടന്ന അതിൻ്റെ തെളിവാണെന്നേ. അപ്പോൾ അവിടെയും അമേരിക്കയ്ക്ക് വലിയ കണക്കുകൂട്ടൽ പിഴച്ചു. അപ്പോൾ അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് കടന്നു കയറാൻ എന്തെങ്കിലും ഒരു ഉപാധി വേണ്ടേ? ഒന്നുകിൽ ഇറാൻ പരിപൂർണമായി തകരണം. അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല. രണ്ടാമത് ഇറാൻ്റെ ഈ പുതിയ ഭരണകൂടം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഈ ഖാംനെയിയുടെ പിന്മുറക്കാരായിട്ട് വരുന്ന ആളുകൾ അമേരിക്കയുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണോ? അത് നടക്കില്ല. അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ആരെങ്കിലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകണം. ആ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കണം. അമേരിക്കയുടെ സ്വഭാവം ഇതായതുകൊണ്ട്, ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും ഇനി സ്കോപ്പില്ല. ആകപ്പാടെ മുൻകൈ എടുത്തിരുന്നത് ഒമാനായിരുന്നു. ഒമാനിലെ എണ്ണ ടാങ്കറിലേക്ക് ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ അതിനിടയിൽ ഈ സ്ഥിതി ഗുരുതരമാക്കാൻ വേണ്ടി മൊസാദിൻ്റെ ചാരന്മാരാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അതിനിടയിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ മൊസാദ് ആക്രമണം നടത്തിയിട്ട്, അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരന്മാർ ആക്രമണം നടത്തിയിട്ട് ഇറാനെതിരായ ഒരു പൊതുവികാരം ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കുകയാണ് എന്ന വാദവും ഉയരുന്നുണ്ട്. അത് തെളിവൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചില ആക്രമണങ്ങൾ നടത്തിയത് ഞങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവിടെയും പല ദുരൂഹതകളുമുണ്ട്. എന്തായാലും പല വിധത്തിൽ ഇറാനെ അടിച്ചു വീഴ്ത്താൻ നോക്കിയിട്ടും ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇനി കരയുദ്ധത്തിലേക്ക് അമേരിക്ക പോവുകയാണെങ്കിൽ 7 ലക്ഷത്തിലധികം സൈനികരും 1 കോടിയിലധികം വരുന്ന ജനങ്ങളും, അതായത് ഖാംനെയിയോട് അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനോട് അത്രയധികം തീവ്രമായ ആത്മബന്ധം പുലർത്തുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളും കൂടി തെരുവിലിറങ്ങുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് കരയുദ്ധം വിജയിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് ഇറാനിലെ വിമതരായിട്ടുള്ള കുർദിഷ് സേനയ്ക്ക് ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇറാനുള്ളിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകാൻ സാധ്യതയില്ല. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അമേരിക്കയ്ക്ക് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. ഇനി അങ്ങനെ പോയാലും ഇറാൻ്റെ കരസേനയെ പൂർണ്ണമായിട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാനൊന്നും ഈ കുർദിഷ് സേനയ്ക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞ പോലെ സൈന്യത്തിൻ്റെ ഇത് മാത്രമല്ല, ഒരു ഭൂമിശാസ്ത്രപരമായി പോലും ഒരു കരയുദ്ധം എന്ന് പറയുന്നത്
അമേരിക്കയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഇറാനിൽ നിന്നാണ് അത് വ്യക്തമാണ്. കാരണം ഈ സാഗ്രോസ് പർവ്വത നിരകൾ, അതുപോലെ തന്നെ ആൽബോസ്, ഇതൊക്കെ ആ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ ഒരുപാട് ഭൂഗർഭ മിസൈലുകളൊക്കെ ഒളിപ്പിക്കാൻ പറ്റിയ താവളങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പം ചെറിയൊരു അപകടം അമേരിക്കയുടെ അല്ലെങ്കിൽ ഒരു പിഴവ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ ഈ ഒരു പർവ്വതങ്ങളൊക്കെ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അതും അവിടേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ അമേരിക്കൻ സൈനികനെ സംബന്ധിച്ചും അത് വലിയൊരു ഭീഷണി തന്നെയാണ്. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഈ സൈനികരുടെ പർവ്വതനിരകളുടെ ഒരു അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു നേട്ടം ഇപ്പോൾ അവർ ഇറാന് ലഭിക്കുമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഇത് സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു എണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഹോർമോസ് കടലിലേക്ക് ഏകദേശം ഭാഗികമായി അടച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വളരെ വലിയ രീതിയിൽ ഇന്ധനക്ഷാമം നേരിട്ട് തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഇത് പറഞ്ഞിരുന്നത്, ഇന്ത്യയോട് അത് ഒരു രസകരമായ വസ്തുത തന്നെയാണ്, റഷ്യയിൽ നിന്നും ഒരു മാസത്തേക്ക് എണ്ണ വാങ്ങിക്കോളൂ എന്ന് പണ്ടൊക്കെ ഈ തമ്പ്രാന്മാർ അടിയന്മാരോട് കൽപ്പിക്കുന്നത് പോലെ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തേക്ക് വാങ്ങിച്ചോളൂ, അതിനുശേഷം ഞാൻ ബാക്കി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയെന്നതും അവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ അത് സൂചിപ്പിക്കുന്നത് ട്രംപിൻ്റെ ഒരു പരാജയം തന്നെയാണ്, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഈ ട്രംപ് ആദ്യം ഇന്ത്യയോട് പറഞ്ഞത് ഇനി റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങണ്ട, നമ്മൾ തരാം, വെനസ്വേലയിൽ നിന്നുള്ള സാധനം തരാം, നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കോളൂ, അതിന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ തീരുവ കൂട്ടും, വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ നയതന്ത്ര തന്ത്രജ്ഞന്മാരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാനും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവിൽ ഇത്തിരി കുറവ് വരുത്താനും ഒക്കെ ശ്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അമേരിക്ക പറയുകയാണ്, ആ വിലക്കിയ കാര്യം വീണ്ടും തുടങ്ങിക്കോളൂ എന്ന് ഇന്ത്യയോട് പറയണം. അപ്പോൾ ഇന്ത്യ എടുത്ത സ്റ്റാൻഡ് എന്താണെന്നുള്ള അവിടെ നിൽക്കട്ടെ. അമേരിക്ക എടുക്കുന്ന സ്റ്റാൻഡ് റഷ്യയിൽ നിന്ന് കുറച്ച് എണ്ണ വാങ്ങിച്ചോ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അമേരിക്കയുടെ തലയിലേക്ക് വരികയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്ക പറയേണ്ടി വരും. ഇന്ത്യയിൽ ഇന്ധനക്ഷാമം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിച്ചാൽ അതിന് ട്രംപ് ഉത്തരം പറയേണ്ടി വരും. ഭാവിയിൽ ഡോളർ കൂപ്പുകുത്തുകയും അമേരിക്കക്കാർ പിച്ചച്ചട്ടി എടുക്കുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ട്രംപ് പറയേണ്ടി വരും. അതുപോലെ തന്നെ ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ അതിന് പ്രധാന കാരണക്കാരൻ ട്രംപ് ആയിരിക്കും. അധികം വൈകാതെ ട്രംപിനെ അമേരിക്കൻ ജനത വെറുത്ത് അതിൻ്റെ പരകോടിയിലെത്തിച്ച് അധികാരത്തിൽ നിന്ന് മാറ്റിക്കളയുമെന്ന രീതിയിൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളിൽ വെറും 27% പേര് മാത്രമാണ് ഈ അടുത്തൊരു സർവേയിൽ ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുകയും ട്രംപിൻ്റെ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്ത് മുഴുവൻ ഒരു കൊടിയ വിനാശം വിതച്ചിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങി വെച്ചത് ആരാണ്? അത് ഇറാനാണോ? ഈ യുദ്ധത്തിന് കാരണക്കാരാണ് അത് ഇറാനാണോ? നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. പോട്ടെ, എത്ര ദിവസം ഈ യുദ്ധം നീളുമെന്ന് അമേരിക്കയ്ക്ക് അറിയുമോ? ഇസ്രായേലിന് അറിയുമോ? പിന്നെ എങ്ങനെയാണ് ലോകത്തിലെ ജനങ്ങൾ ഇത് വെച്ച് കണക്ക് കൂട്ടുക? സാധാരണഗതിയിൽ ലോകത്തൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, മഹായുദ്ധം വേണ്ട, ഒരു പ്രധാനപ്പെട്ട റീജിയനിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ധനവില കുതിച്ചുയരും, ക്ഷാമമുണ്ടാകും, ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും, ഓഹരി വിപണികൾ പൂർണ്ണമായി തകരും, ഡോളർ കൂപ്പുകുത്തും, അതിൻ്റെ അനുരണനം എന്നോളം പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ ഉണ്ടാകും, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ. അത് ഓരോ രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ഇറാൻ ഗൾഫിലേക്ക് ആക്രമണം നടത്തുന്നു, അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ മണ്ടന്മാർ കിടന്ന് പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ വലിയ സംഘർഷം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വിധത്തിൽ പല മോശപ്പെട്ട ക്യാമ്പയിനുകളും നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിന് മുഴുവൻ കാരണമാരാണ്? ഇറാനാണോ? ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ആ രാജ്യത്തിനുള്ളിൽ പല നിയമങ്ങളും ഉണ്ടാകുക ആ രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ പുറമേ നിന്നൊരു രാജ്യവും ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. അതാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ. ഇപ്പം നാളെ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇവിടെ കയറി ഇടപെട്ടാൽ നമ്മൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു റിപ്പബ്ലിക് രാജ്യത്ത്, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ചട്ടക്കൂടുകളുള്ള ഒരു രാജ്യത്ത് ഈ കയറി ഇടപെടുന്നത് എന്തിനടിസ്ഥാനത്തിലാണ്? വെനസ്വേലയിലടിച്ചു, ഇറാനിലടിച്ചു, ഇനി ക്യൂബ പിടിക്കാൻ പോവുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊക്കെ ഇവിടെ എന്ത് വിലയാണുള്ളത്?
ഇപ്പം ഇത് ഈ അന്താരാഷ്ട്ര നിയമങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ. ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നതല്ല. നമ്മുടെ ഇന്ത്യയുടെ അതിഥിയായി വന്ന ഒരു സൈനിക അഭ്യാസത്തിന് ശേഷം മടങ്ങിപ്പോയ ഇറാനിൻ്റെ ഒരു കപ്പൽ അമേരിക്ക ആക്രമിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അന്താരാഷ്ട്ര നിയമങ്ങളിൽ പെടുന്ന ഒന്ന് തന്നെയായിരുന്നുവല്ലോ ഈ ഒരു മറ്റൊരു രാജ്യത്തിന് അതിഥിയായി എത്തിയ ഒരു കപ്പലിനെയാണ് ആക്രമിക്കപ്പെട്ടത്. ആ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ അതും ഈ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഒരു ലംഘനം തന്നെയല്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടുമാണ്. ആ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ ഖാംനെയിയുടെ മരണത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ പോയിട്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആദരാഞ്ജലികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ അനുശോചിച്ചു. ആ സംഭവം ഉണ്ടാകുന്നത് അമേരിക്ക പരിധി വിട്ടപ്പോഴാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ ലോകത്ത് തന്നെ അമേരിക്ക ചെയ്യുന്നത് വലിയ പ്രശ്നമാണ് എന്ന നിലയിൽ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ ആണവോർജ്ജം ഉൽപ്പാദിപ്പിച്ചു. അത് അവരുടെ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കില്ല. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി റിസർച്ച് ഏജൻസിക്ക് ഏത് നിമിഷവും നമ്മുടെ രാജ്യത്തേക്ക് വരാം, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് വരാം. ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇത്രയും സ്വതന്ത്രമായി ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞൊരു രാജ്യത്തെയാണ് ആണവ കരാറിൻ്റെ ചർച്ചയ്ക്കിടയിൽ ചതിച്ച് അതിൻ്റെ ഭരണാധികാരിയെ കൊലപ്പെടുത്തി, പരമാധികാരിയെ കൊലപ്പെടുത്തി, ചതിയിലൂടെ ഭീരുത്വം കാണിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ രാജ്യത്തെ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിന് ആണവോർജ്ജം ആവശ്യമാണെങ്കിൽ ആ രാജ്യത്തിന് ഉണ്ടാക്കിക്കൂടെ? അമേരിക്ക ആണവശക്തിയല്ലേ? എന്നിട്ടാണോ അവർ ആണവോർജ്ജത്തിനെതിരെ സംസാരിക്കുന്നത്? അതോ അമേരിക്ക മാത്രം ഈ ലോകത്ത് ആണവോർജ്ജം ഉണ്ടാക്കിയാൽ മതിയോ? അതാണ് ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ആഭ്യന്തര സുരക്ഷ. ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ രാജ്യം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കിയാൽ അതിൽ ആർക്കാണെന്ന് ഇവിടെ പ്രശ്നം? ആ രാജ്യം അവരുടെ പരമാധികാരത്തിന്, അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നാളെ ഞങ്ങൾക്ക് ഭീഷണിയായേക്കും എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ നാളെ ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇറാൻ ആദ്യം അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ അത് ന്യായീകരിക്കപ്പെടുമായിരുന്നു. ഒരു യുദ്ധ സാഹചര്യം ഇല്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് വളരെ പെട്ടെന്ന് സാധിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് വലിയ തോതിൽ ആക്രമണം നടത്തിയതാണ്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇറാനും ഇറാൻ്റെ ഗ്രൂപ്പ് ഫോഴ്സുകളും എല്ലാവരും ചേർന്നിട്ട് ഇസ്രായേലിനെ അടിച്ച് തീർക്കാൻ തീരുമാനിക്കുകയാണ്. അവർ ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചങ്ങ് നടപ്പാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ ഇത് ന്യായീകരിക്കപ്പെടുമായിരുന്നു. അതാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കും അവിടുത്തെ ആത്മാഭിമാനത്തിലേക്കും അവരുടെ പ്രതിരോധ മേഖലയിലേക്കും ഒക്കെയുള്ള ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ അതാണ് വ്യാപകമായി തന്നെ അപലപിക്കപ്പെടുന്നത്. ഖാംനെയിയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്ത് ഈ ലോകത്ത് സമാധാനം വേണം, അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പലതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുള്ളത്, പലതും വലിയ തോതിൽ വിഷയത്തെ വലുതാക്കി സംസാരിക്കുന്നതിലും തീവ്രമായി ഇടപെടുന്നതിലൊക്കെ പരിമിതികളുണ്ടാകാം. പക്ഷേ നമ്മുടെ നിലപാടും ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവിടെ കിടന്ന് കുറേ ആളുകൾ പറയുന്നത് പോലെ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നതൊക്കെ ശരിയാണ്, യുദ്ധം തുടരട്ടെ എന്നല്ല നമ്മുടെ നിലപാട്. കാരണം നമ്മുടെ ഭരണാധികാരികൾക്കും ഭയമുണ്ട്. കാരണം എന്താണ്, ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്കും കിട്ടും പണി. ഇപ്പം തന്നെ നമുക്ക് പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ എണ്ണ കുറച്ച് കാലത്തേക്ക് കുഴപ്പമുണ്ടാകില്ല, പക്ഷേ അത് കഴിയുമ്പോൾ ഇപ്പോൾ ഡോളർ വില കൂപ്പുകുത്തുകയും ഓഹരി വിപണി ഇടിയുകയും അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക മാന്ദ്യം രൂക്ഷമാവുകയും ചെയ്താൽ നമ്മളെയും ബാധിക്കും. ഇപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് അറബ് രാജ്യങ്ങൾക്കുള്ളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമിക്കുന്നതല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ പ്രശ്നം അവരുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ടുള്ള എണ്ണ അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. അതിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അത് ട്രംപ് ഇടപെട്ട് പരിഹരിക്കണം. അതാണ് ട്രംപിന് മേലുള്ള ഉത്തരവാദിത്വം. ട്രംപിന് ഉത്തരവാദിത്വം കൂടുകയാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും അധികം വൈകാതെ. അതുകൊണ്ട് തന്നെ ട്രംപ് എത്രയും പെട്ടെന്ന് ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്. അവിടെ കയറി ബോംബിട്ടിട്ടോ അവിടേക്ക് മിസൈൽ അയച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്ന് ട്രംപിന് മനസ്സിലായി. അപ്പോൾ ട്രംപൊക്കെ വിചാരിച്ചത് ആദ്യം ഒരു അടി അടിക്കുമ്പോഴത്തേനും ഒരു അനുനയ ചർച്ച നടക്കും, അതുവഴി പ്രശ്നം പരിഹരിച്ച് സ്കൂട്ടാവാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയി. അവർക്കും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് അമേരിക്കയ്ക്കും വലിയ പണിയായിട്ട് വരും. കരയുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരിട്ട് അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും കരയുദ്ധത്തിനിറങ്ങിയാൽ വലിയ തിരിച്ചടി അവർക്കുണ്ടാകും. അവർക്ക് വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാകും. ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ്. ഇസ്രായേൽ പറഞ്ഞത് ബന്ദികളെ മുഴുവൻ IDFൻ്റെ സൈനികർ ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് യുദ്ധത്തിന് പോയിട്ട് ഒടുവിൽ ഹമാസിൻ്റെ കാലിൽ പിടിച്ച് അവരെ കൊണ്ട് കരാർ എഴുതിച്ചിട്ട് ആളുകളെയും കൊണ്ട് പോകേണ്ടി വന്നു.
അതാണ് സംഭവിച്ചത്. അപ്പം ഈ യുദ്ധകാര്യത്തിൽ ഞങ്ങൾ വിചാരിച്ചാൽ യുദ്ധത്തിലൂടെ എല്ലാം പരിഹരിക്കുമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടിയ ചരിത്രമേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഒരു തരത്തിലും ട്രംപിന് തൻ്റെ സ്വപ്ന പദ്ധതികൾ നടപ്പാക്കിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കകൾ, വലിയ തോതിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നടക്കുകയാണ്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഈ വിധത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ലോകത്തിൻ്റെ വിനാശത്തിന്, അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾക്ക് ട്രംപ് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ട്രംപ് പൊളിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേസമയം ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ കടുക്കുകയാണ്. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ നിന്ന് വളരെ വൈകിയാണ് പലപ്പോഴും വാർത്തകളും ചിത്രങ്ങളും ഒക്കെ വരുന്നത്. പക്ഷേ ഒന്നുറപ്പാണ്, ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം പൊടുന്നനെ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.